അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത പൊതുപരീക്ഷയിൽ 10ാം തരത്തിലെ ഫിഖിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1, നക്തുബ് സഹീഹ മിമ്മ ബൈനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് എഴുതുക. അതിൽ 5 ചോദ്യങ്ങളാണുള്ളത്. 1. വഹറുമ കബൂലുൽ വദിയത്തി അലാമൻ യഅ്ജിസു അൻ ഹിഫ്ളിഹ. ബ്രാക്കറ്റിൽ ഹറുമ എന്നുണ്ട്, കുരിഹ എന്നുണ്ട്, നുദിബ എന്നുണ്ട്. ശരിയായത് ഹറുമ എന്നാണ്. സൂക്ഷിപ്പ് മുതൽ സൂക്ഷിക്കാൻ കഴിയാത്തവൻ അതിനെ ഏറ്റെടുക്കൽ ഹറാമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. 2. വൽ ഖാലത്തു ഹിയ ഉഖ്തു ഉമ്മിക. ഖാലത്ത് എന്ന് പറഞ്ഞാൽ, ഇളയമ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരിയാകുന്നു. 3. വതബ്തുലിൽ വസിയ്യത്തു ബി റുജൂഇൻ അനിൽ വസിയ്യത്തി. ഞാൻ വസിയ്യത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്ന് പറയൽ കൊണ്ട് വസിയ്യത്ത് ബാത്തിലാകുന്നതാണ്. 4. വയുസന്നു അൻ യൻവിയൽ മുതസവ്വിജു ബിൻ നിക്കാഹി അസുന്നത്ത്. വിവാഹം ചെയ്യുന്ന ആള് നിക്കാഹ് സുന്നത്താണ് എന്ന് കരുതൽ സുന്നത്താകുന്നു. ഞാൻ സുന്നത്തിനു വേണ്ടി നിക്കാഹ് ചെയ്യുന്നു എന്ന് കരുതൽ സുന്നത്താണ്. 5. യഹ്റുമു മിനർ റളായി മാ യഹ്റുമു മിനൻ നസബി. കുടുംബബന്ധത്താൽ ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും മുലകുടി ബന്ധത്താലും ഹറാമാകുന്നതാണ്. സെക്ഷൻ 2, സിൽ ബിൽ മുനാസിബി. ശരിയായത് എടുത്ത് എഴുതുക. 1. ഇഖ്ബാറു ഷഖ്സി ബി ഹക്കിൻ അലൈഹി. 2. അൽ ഉമ്മു മൻ വലദത്തുക. 3. മിൻ ലവാസിമിൽ അദാലത്തി അൽ ഇസ്ലാമു. 4. വലിൽ മുതല്ലഖാത്തി മതാഉം ബിൽ മഅറൂഫി. 5. വലീമത്തുൽ ഉറുസി സുന്നത്തുൻ മുഅക്കദ. സെക്ഷൻ 3, തമ്മീം പൂർത്തിയാക്കുക. വയജൂസു നളറു വജ്ഹിൽ മർഅത്തി ഇൻദൽ മുആമലത്തി വശഹാദത്തി. 2. അൽ അഖ്ദു ബി ലവാഹിരിൽ കിതാബി വസുന്നതി മിൻ ഉസൂലിൽ കുഫ്രി. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതിൻ്റെ ലാഹിറായ അർത്ഥം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്, അമൽ ചെയ്യുക എന്നുള്ളത് കുഫ്രിയത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞത്. 3. അൽ മുതഅത്തു മാലിൻ യദ്ഫഉഹു സൗജു ലിമൻ ഫാറഖഹ ബിശുറൂത്തിൻ. മുതഅത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് വേർപെടുത്തിയ സ്ത്രീക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ള സംഭവത്തിൽപ്പെട്ടതാണ്. 4. വശുരിദ ഫിൽ വലിയി അദാലത്തുൻ വഹുരിയത്ത് വ തക്ലീഫും വസുക്കൂറത്തുൻ. വലിയിൽ അദാലത്തുണ്ടായിരിക്കണം, സ്വതന്ത്രനായിരിക്കണം, വകതിരിവുണ്ടായിരിക്കണം, പുരുഷനായിരിക്കണം. 5. വയസിഹു തബർറുഉ ബിൽ മഹരി മിനൽ മുകല്ലഫത്തിൻ. സെക്ഷൻ 4, റത്തിബ് ഓർഡറിലാക്കുക. ഇന്ന വുജൂബൽ മുതഅത്തി മിമ്മ യഗ്ഫുലു അൻഹുൻ നിസാഉ. 2. അത്തഖ്ലീദു ഹുവ അഖ്ദു ഖൗലിൽ മുജ്തഹിദി മിൻ ഗൈരി മഅരിഫത്തിൻ ദലീലിൻ. സെക്ഷൻ 5, തർജിം പരിഭാഷപ്പെടുത്തുക. 1. യഹ്റമു ബിർ റളായി മാ യഹ്റമു മിനൻ നസബി. കുടുംബബന്ധത്താൽ ഹറാമാകുന്ന സ്ത്രീകൾ മുലകുടി ബന്ധത്താലും ഹറാമാകുന്നതാണ്. 2. വയജിബു തഫ്രീഖു ബൈന ബനി അശ്ശരി സിനീന വഅബവൈഹി ഫിൽ മുളജഇ. 10 വയസ്സ് പ്രായമായ കുട്ടികളെ മാതാപിതാക്കളുടെ കൂടെ കിടത്താതിരിക്കുന്നത് നിർബന്ധമാണ്. 3. വശുരിത ഫി സൗജത്തി ഹുലുവൻ മിൻ നിക്കാഹിൻ വഇദ്ദത്തിൻ മിൻ ഗൈരിഹി. വിവാഹം ചെയ്യപ്പെടുന്നവളിൽ അവൾ മറ്റൊരുത്തൻ്റെ നിക്കാഹിലോ ഇദ്ദയിലോ ഇല്ലാതിരിക്കൽ ഷർത്താണ്. സെക്ഷൻ 6, അജിബ് ഉത്തരം പറയുക. വൽ വദിയത്തു. വദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? അൽ വദിയത്തു യഖ്ദുൻ യഖ്തളിൽ ഇസ്തിഹ്ഫാൽ. സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു കാര്യത്തെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വദിയത്ത് എന്ന് പറഞ്ഞാൽ. 2. ബിമാ യുഖദ്ദറു റീഹു വൽ ഖുസ്റാനു ഫി ശിർക്കത്തി. കൂറുകച്ചവടത്തിൽ എങ്ങനെയാണ് ലാഭവും നഷ്ടവും കണക്കാക്കുക എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ബി ഖദരിൽ മാലൈനി. 3. വൽ മുഖർറു ബിഹി ലർബാനി മാഹുമ. 1. ഹക്കുല്ലാഹി തആല വ ഹക്കുൽ ആദമി. 4. കം അർക്കാനു നിക്കാഹി വമാഹിയ. നിക്കാഹിൻ്റെ ഫർളുകൾ എത്രയാകുന്നു? അതിൻ്റെ ആൻസർ ഹംസത്തുൻ. 5 എണ്ണമാണ്. സൗജത്തുൻ ഭർത്താവ് ഉണ്ടായിരിക്കണം, സൗജത്തിൻ ഭാര്യ ഉണ്ടായിരിക്കണം, സൗജിൻ ഭർത്താവ് ഉണ്ടായിരിക്കണം, വലിയൻ ഒരു രക്ഷാധികാരി ഉണ്ടായിരിക്കണം,
ഷാഹിദാനി 2 സാക്ഷികളുണ്ടായിരിക്കണം. സീഗത്തുൻ ഉടമ്പടി ചെയ്യുന്ന ആ വാചകങ്ങൾ ഉണ്ടായിരിക്കണം. ഇതാണ് നിക്കാഹിൽ ഫർളായിട്ടുള്ളത്. 5 മൻ തജിബു അലൈഹിൽ ഇജാബത്തു ഫിൽ വലീമത്തി. വിവാഹ സദ്യയിലേക്ക് ഉത്തരം നൽകൽ ആർക്കാണ് നിർബന്ധമെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ തജിബു അലാ ഗൈരി മഅദൂരിൻ ബിഅദാരിൽ ജുമുഅത്തി. ജുമുഅക്ക് പോകാൻ തടസ്സമാകുന്ന കാരണങ്ങളുള്ളവർക്ക് മാത്രമേ അതിൽ നിന്ന് പിന്മാറാൻ പറ്റുകയുള്ളൂ എന്നാണ് അതിൻ്റെ. ഗൈരി ഖാളിൻ, ഖാളി അല്ലാതിരിക്കുക. ഖാളി അല്ലാത്തവർക്കും അതിലേക്ക് പോകൽ നിർബന്ധമാണ്, ക്ഷണിച്ചാൽ പോകൽ നിർബന്ധമാണ്. സെക്ഷൻ 7 ഉക്തുബുൽ അഹ്കാമ. വിധി എഴുതുക. നളറു കുല്ലും മിനസ് സൗജനി ബഅദൽ അസ്മി അലൻ നിക്കാഹിൽ ആഖറ സുന്നത്തുൻ. 2 അന്നളറു വൽ മസ്സു ലിൽ ഇജായി ഖദറൽ ഹാജത്തി. ചികിത്സക്ക് വേണ്ടി തൊടുക എന്നുള്ളത്, ആവശ്യാനുസരണം ചികിത്സക്ക് വേണ്ടി തൊടുക എന്നുള്ളത് മുബാഹുൻ, ഹലാലായ കാര്യമാണ്. സെക്ഷൻ 8 ഉക്തുബുൽ മഅന. അർത്ഥം എഴുതുക. ജാഹുൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, ഫിറാഖുൻ വേർപാട്, ജദാമുൻ കുഷ്ഠരോഗം, ഫിസ്കുൻ തമ്മാടിത്തരം, തുഹ്മത്തുൻ തെറ്റിദ്ധാരണ, ആറാവുൻ അഭിപ്രായങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് 10ാം തരത്തിലെ പൊതുപരീക്ഷയിൽ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയും പാഠഭാഗങ്ങൾ കൃത്യമായി വായിച്ചു പഠിക്കുകയും കഴിയുന്നത്ര ക്വസ്റ്റ്യനുകൾ മറ്റുള്ള പേപ്പറുകളിൽ നിന്നുമൊക്കെ കരസ്ഥമാക്കി അതിന് പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യണമെന്ന് നിർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.